ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. ചെട്ടിത്തെരുവിൽ ബദൽ സംവിധാനമില്ലാതെ പാലം പൊളിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രസിഡന്റ് ഇടപെട്ടു. താൽക്കാലിക പാലം ഉടൻ നിർമ്മിക്കും. ചേലക്കര ചെട്ടിത്തെരുവ് ഭാഗത്ത് കനാലിന് കുറുകെയുള്ള പഴയ പാലം പൊളിച്ചു നീക്കിയത് നാട്ടുകാരെയും സ്കൂൾ കുട്ടികളെയും കടുത്ത ദുരിതത്തിലാക്കി. ബലക്ഷയം സംഭവിച്ച പാലത്തിന് പകരം പുതിയത് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചത്. എന്നാൽ കാൽനട യാത്രക്കാർക്ക് പോലും ബദൽ സംവിധാനം ഒരുക്കാതെയുള്ള ഈ നടപടി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ചെട്ടിത്തെരുവെന്ന് വെങ്ങനല്ലൂർ മേഖലയിലേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഈ ചെട്ടിത്തെരുവ് പാലം എന്ന് പറയുന്നത്. ഇത് ദ്രവിച്ച പാലം തന്നെയാണ്. ഇതിപ്പോൾ MLA ഫണ്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ അപാകതയൊന്നും ഇല്ല. എപ്പോഴായാലും പാലം പണിയേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ MLA ഫണ്ടിൽ നിന്ന് വെച്ചിട്ട് പാലം പണിയുമ്പോൾ ഈ വാർഡിലെ മെമ്പർ എന്നുള്ള രീതിയിൽ 24-ാം വാർഡിൽ പെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വാർഡ് മെമ്പറെ അറിയിക്കേണ്ട ഒരു കടമ MLA ഓഫീസിൽ നിന്ന് എന്തായാലും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ല. ഇന്നിപ്പോൾ രാവിലെ വികസന സെമിനാറുമായി MSN മണ്ഡപത്തിലുള്ള സമയത്താണ് ഇവിടുന്ന് ആളുകൾ വിളിക്കുന്നത് തന്നെ. അപ്പോഴാണ് പാലം പൊളിക്കുന്ന കാര്യം അറിഞ്ഞത്. ഞാൻ ആ പരിപാടിക്കിടയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും 10% പാലം പൊളിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ആ JCB കാരനോട് പണി നിർത്തിവെക്കാൻ പറഞ്ഞു. കരാറുകാരനെ വിളിച്ചു. സന്തോഷ് എന്നാണ് കരാറുകാരൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ഈ പാലം ഇത്രയും പ്രധാനപ്പെട്ടൊരു റോഡാണ്. വെങ്ങനല്ലൂർ മേഖലയിലേക്കുള്ള ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ്. തൊട്ടപ്പുറത്ത് അംഗനവാടി. പകരം ഒരു നടവഴി സംവിധാനം പോലും ചെയ്യാണ്ട്, ഒരു ദീർഘവീക്ഷണം പോലും ഇല്ലാതെയാണ് ഈ പാലം പൊളിച്ചിട്ടിട്ടുള്ളത്. ഇതിൻ്റെ പണി തീരാൻ എങ്ങനെ പോലും 5-6 മാസം കാലയളവ് പിടിക്കും. അതുവരെ ഈ മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ SSLC +2 പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഒരുപാട് കുട്ടികൾ നടന്നു വരുന്ന വഴിയാണ്. ഇനിയിപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് വളഞ്ഞു വരുന്നിട്ട് വേണം സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ ഈ കുട്ടികൾക്ക് നടന്നു പോകാനുള്ളൊരു വഴി ആദ്യം ചെയ്തതിന് ശേഷം ഈ പാലം പൊളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അധികൃതരാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. വെങ്ങാനല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയായ ഇതിന് സമീപം അങ്കണവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. പാലമില്ലാതായതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ 3 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. യാതൊരു മുൻകരുതലുമില്ലാതെ പാലം പൊളിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. MLA ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഫണ്ട് ലഭിക്കാൻ വൈകിയതാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമെന്നാണ് സൂചന. ഒരുവിധ ആസൂത്രണവുമില്ലാതെ പാലം പൊളിച്ചത് നാട്ടുകാർക്ക് വല്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്ടുകാരിൽ രോഷവും പ്രതിഷേധവും ശക്തമാണ്. അപ്പോൾ ഇത്രയും ദീർഘവീക്ഷണം ഇല്ലാതെയാണ് പല വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ MLAയുടെയോ MP യുടെയോ ആരുടെ ആയിക്കോട്ടെ, നമ്മൾ വികസനത്തിനെതിരൊന്നല്ല. ആ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതായത് മെമ്പർമാരെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. അപ്പോഴാണ് നമുക്ക് അവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുമായി കൂടി ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് നമുക്ക് കൂടി ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതൊരു സുപ്രഭാതത്തിൽ വന്ന് ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ റോഡ്, ഇത്രയും മേഖലയിലേക്ക് പോകുന്ന റോഡ് കുറുകെ പാലം പൊളിക്കുക, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പരിപാടിയിലാവുക. ഈ സംവിധാനമാണ് ഇന്ന് രാവിലെ മുതൽക്ക് ഒരുപാട് ആൾക്കാരെ ഇന്ന് രാവിലെ മുതൽക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളതിൻ്റെ നിരപരാധിത്വം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എത്ര അടിയന്തരമായിട്ട് നാളെ തന്നെ നടവഴി പൂർത്തിയാക്കുന്ന തരത്തിൽ വേണം അധികൃതർ ഇത് ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. CCV ന്യൂസ്, ചേലക്കര.